സർ, കേരള സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്നും താങ്കൾക്കെതിരെ ഒരു അവഗണന ഉണ്ടായി എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളടക്കം? എന്നോട് ഒരു കേരള ഗവൺമെൻറ്റിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു കേരള ഗാനം വേണം. അത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു കേരള ഗാനമാണ്. അത് നിങ്ങൾ എഴുതണം തന്നെ എന്നോട് ആവശ്യപ്പെട്ടു. എനിക്ക് കത്തയച്ചത് സെക്രട്ടറിയാണ്, അബൂബക്കറാണ്. അബൂബക്കർ എന്നുള്ള സെക്രട്ടറിയാണ് കത്തയച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അക്കാദമി പ്രസിഡൻ്റായ സച്ചിദാനന്ദൻ ഞാൻ അത്ര നല്ല മനപ്പൊരുത്തമുള്ള ആൾക്കാരല്ല, പല കാരണങ്ങളാൽ. അപ്പോൾ സച്ചിദാനന്ദൻ അവിടെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ചിലപ്പം ഞാൻ പാട്ട് എഴുതി കൊടുത്തു കഴിയുമ്പോൾ ഇത് നന്നല്ല എന്ന് പറഞ്ഞ് പിന്തള്ളി എന്നെ ഒന്ന് ചെറുതാക്കാൻ ശ്രമിക്കുമെന്ന് ഭയം എനിക്കുണ്ടായിരുന്നു. അത് തന്നെ സംഭവിച്ചു. അപ്പോൾ പക്ഷേ ഞാൻ അബൂബക്കറിനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ ഒഴിവാക്കണം, വേറെ ആരെ കൊണ്ട് എഴുതിക്കും, പുതിയ പിള്ളേരെ കൊണ്ടൊക്കെ എഴുതിക്കുക, പുതിയ ആൾക്കാരുണ്ടല്ലോ. അല്ലല്ല മറ്റാരുണ്ട് എന്ന് ചോദിക്കുന്നു. അത് അബൂബക്കറിൻ്റെ ചോദ്യം. മറ്റാരുണ്ട് എന്നതിൻ്റെ അർത്ഥം എന്താണ്? യു ഷുഡ് റൈറ്റ്, യു ആർ ദ ഫിറ്റ് പേഴ്സൺ എന്നല്ലേ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതി അയച്ചു കഴിഞ്ഞപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അബൂബക്കറിൻ്റെ ഒരു മെസ്സേജ് വന്നു, എനിക്ക് പൂർണ്ണ തൃപ്തിയായില്ല. അപ്പം ഞാൻ അബൂബക്കറിനെ വിളിച്ച് പറഞ്ഞു, ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എനിക്ക് പ്രായമായി, ഞാൻ 10,000 പാട്ട് എഴുതി കഴിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ വേറെ പുതിയ ആൾക്കാരെ കൊണ്ട് എഴുതിക്കണം, ആരെ കൊണ്ട് എഴുതിക്കണം. അല്ലല്ല സാറിന് എഴുതണം, ഇത് നന്നായിട്ടുണ്ട്, ഗംഭീരം, ഇത് 2ാം പകുതി ഗംഭീരമാണ്, തുടക്കത്തിൽ കുറച്ചൊരു നമുക്കൊന്നുകൂടെ മാറ്റി. അപ്പം എന്നോട് ആദ്യം അബൂബക്കർ പറഞ്ഞത്, എനിക്ക് കത്തിപ്പോഴും എൻ്റെ തിരിപ്പുണ്ട്, അത് മെയിലാണ്, ലെറ്ററുമുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അത് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകണം, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാക്കാൻ നമ്മൾ വളരെ സൂക്ഷിച്ചെഴുതണം അല്ലേ? അപ്പോൾ പിന്നെ കഠിന പദങ്ങൾ പാടില്ല, പിന്നെ വളരെ ഗഹനമായ ആശയങ്ങൾ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ലളിതമായി, അപ്പോൾ ഞാൻ വളരെ ലളിതമായി ഞാൻ ആദ്യം എഴുതിയിരുന്നത്, അമ്മയെ പോലെയാണ് മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയത്. അപ്പോൾ അത് തുടക്കം ഒന്ന് മാറ്റിയാൽ നന്നായിരിക്കുമെന്ന് അബൂബക്കർ പറഞ്ഞത്. സാധാരണ നമ്മുടെ ഒരു സിനിമയുടെ ഡയറക്ടർ പറയുന്ന പോലെയുള്ളൂ. ഇപ്പം നമ്മളൊരു പാട്ട് എഴുതുമ്പം ഫിലിമിൻ്റെ ഡയറക്ടർ കേട്ട് സാറേ ഈ ഒരു വരി ഒന്ന് മാറ്റാവും, ഇത് കുറച്ചുകൂടെ ഒന്ന് നന്നാക്കാൻ പറ്റുമോ, അങ്ങനെ ചോദിക്കും, നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. പക്ഷേ അപ്പോൾ അങ്ങനെ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല, അതെന്നെ ഇൻസൾട്ട് ചെയ്യുന്ന ഞാൻ തോന്നിയില്ല. അബൂബക്കറെ പറഞ്ഞ് ഞാൻ സ്വീകരിച്ചു. ഞാൻ പല്ലവി മാറ്റി എഴുതി ഫുള്ളായിട്ട്. അങ്ങനെ പല്ലവി മാറ്റി എഴുതി, ബാക്കി നല്ലതാണെന്ന് അബൂബക്കർ പറഞ്ഞ വരികൾ നിലനിർത്തി പല്ലവി മാറ്റി എഴുതി അയച്ചു കൊടുത്തു. സ്വാഭാവികമായിട്ട് അത് എടുക്കുന്നതാണല്ലോ പ്രധാനം. അപ്പോൾ അതിന് അബൂബക്കർ മറുപടി അയച്ചില്ല. അത് കിട്ടിയെന്നോ നന്നായിരിക്കുന്നോ ഒന്നും പറഞ്ഞ് അപേക്ഷിച്ചില്ല. അപ്പം ഞാൻ സച്ചിദാനന്ദന് ഒരു മെസ്സേജ് അയച്ചു. അതായത് ഞാൻ അബൂബക്കർക്ക് പൂർണ്ണ തൃപ്തിയായില്ല, അതുകൊണ്ട് ഞാൻ പല്ലവി മാറ്റി എഴുതി അയച്ചിരുന്നു, കിട്ടിക്കാണുമല്ലോ. അപ്പോൾ അതിന് കിട്ടിയെന്നോ നന്നെന്നോ ചീറ്റൊന്നും പറയാതെ സച്ചിദാനന്ദൻ നന്ദി എന്ന് മാത്രം, ഒറ്റ വാക്ക്, നന്ദി എന്തൊരു മെസ്സേജ്. പിന്നീട് എനിക്കൊരു അറിവില്ല. പിന്നെ ഞാൻ വൈഷുടെ ആസ്തം, കാരണം അവർ പറഞ്ഞു, ഞാൻ ചെയ്തു, കറക്ഷൻ വേണമെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓട്ടോമാറ്റിക്കലി പാട്ട് അവരെടുക്കും എന്നല്ല വിചാരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് ചാനൽ വരുന്നത്, കേരളത്തിലെ കവികളിൽ നിന്നും കേരള ഗാനങ്ങൾ ക്ഷണിക്കുന്നു. അപ്പോൾ കേരള ഗാനങ്ങൾ മത്സരം വയ്ക്കരുത്, അതിൽ 1ാം സമ്മാനം കിട്ടുന്നതിനെ എടുക്കുക. അത് നേരത്തെ അവർക്ക് ചെയ്യാൻ വരുന്നല്ലേ, പിന്നെ എന്തിന് എന്നോട് പറഞ്ഞു താങ്കളല്ലാതെ മറ്റാര് എന്ന് ചോദിച്ചതിന്? ആദ്യം അവർക്ക് ചെയ്യാമല്ലേ. അപ്പോൾ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ മനഃപൂർവ്വം ഒരു തട്ടിക്കൂട്ടിയെടുത്ത ഒരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ, പക്ഷേ ഞാൻ നിശബ്ദനായിരുന്നു. പക്ഷേ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ അക്കാദമി ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനിതിന് പറയാതിരിക്കണം, എൻ്റെ അനുഭവം പറയണമല്ലോ, കാരണം ജനങ്ങൾ അറിയണമല്ലോ. അപ്പോൾ നാളെ ഇങ്ങനെ പറയുന്ന ആളുകൾ വിശ്വസിക്കും, തമ്പി എഴുതി വളരെ മോശമായിരുന്നു, ക്ലിഷയായിപ്പോയി. അപ്പോൾ എൻ്റെ പാട്ട് ജനങ്ങളെ കേൾപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ എൻ്റെ പണം മുടക്കി പാട്ട് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് നല്ല പിക്ചർ യൂട്യൂബിലിടുക. അപ്പോൾ എന്നിട്ട് ഞാൻ പറയുന്നു, ഇത് ലോക മലയാളികൾക്ക് ഞാൻ നൽകുന്ന സമ്മാനമാണ്, പകർപ്പവകാശമില്ല, എനിക്ക് പകർപ്പവകാശമില്ല, ഏത് മലയാളിക്കും ഇത് സ്വന്തമാണ് എന്നൊരു നോട്ടോടുകൂടി ഈ പാട്ട് റിലീസ് ചെയ്യാന്നുള്ള തീരുമാനത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം മനസ്സിലായില്ല. അതായത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യ അക്കാദമി നടന്ന സംഭവത്തെക്കുറിച്ചിരുന്ന. അപ്പോൾ എനിക്ക് തോന്നി എത്ര കാര്യമായിട്ടൊരു 3,500 രൂപ ചിലവാക്കി 2,400 രൂപ അവർ കൊടുത്ത് 1,100 രൂപ ഞാൻ സീരിയൽ അഭിനയിച്ചുകൊണ്ട് പൈസ എന്നാ കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ അത്ര തുറന്നു പറയുന്ന, സോറി ഞാനെന്ത് മറച്ചു പിടിക്കണം, എനിക്ക് സാഹിത്യകാരുണ്ടാകുന്ന അനുഭവം എനിക്ക് എഴുതാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു പോസ്റ്റ് ഇട്ടത്. അപ്പോൾ പോസ്റ്റ് ഇട്ടതപ്പോൾ അത് പെട്ടെന്ന് തന്നെ 10,000-3000 ആളുകളിലെത്തി
ലൈക്ക് വന്നു, 10-700 പേര് കമൻറ്റ് പറഞ്ഞു. എൻ്റെ ഒരാളുകൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു, ഇങ്ങനെ എന്തിനു സാർ എഴുതാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് വന്നു. അത് വന്നപ്പോഴാണ് ശരിക്കും ഏഷ്യാനെറ്റ് എന്നെ വിളിച്ചു. ഇങ്ങനെ ഫേസ്ബുക്ക് വന്ന് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പോവാണ്, ഞങ്ങൾ വാർത്ത അയക്കാൻ പോവാണ്, സാറിനോട് സംസാരിക്കാൻ ഇപ്പോൾ ഉടനെ വരികയാണ്. അപ്പോൾ തന്നെ ക്യാമറയിട്ട് അവർ വന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചു, യഥാർത്ഥ കാര്യം എന്താണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെ സച്ചിദാനന്ദൻ ശരിക്കും എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആണ് പറഞ്ഞത്. ശ്രീകുമാരൻ്റെ പാട്ട് ക്ലീശയാണ്, പിന്നെ സ്വീകരിക്കാൻ കഴിയാത്ത ധാരാളം വാക്കുകൾ, പദങ്ങൾ അതിനകത്തുണ്ട് എന്ന് കമ്മിറ്റി പറഞ്ഞു. കമ്മിറ്റിയിലെ ഒരു അംഗം പോലും ശ്രീകുമാരൻ്റെ പാട്ട് അംഗീകരിച്ചില്ല. ഈ കമ്മിറ്റിയുള്ളവരും എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എനിക്ക് ശ്രീകുമാരൻ നമ്പിക്ക് 57 വർഷമായി പാട്ടെഴുതുന്ന എനിക്ക് 58 കൊല്ലമായി പാട്ടെഴുതുന്ന എനിക്ക് ഒരു കമ്മിറ്റിയുടെ പോയി നിന്നിട്ട് പാട്ടിന് അംഗീകാരം വേണോ? അതിന് ഞാൻ പോകണോ? ആവശ്യമാണോ? അത് ഗതിയുടെ എനിക്ക് വേണം. അപ്പോൾ അതെനിക്കറിയില്ല. കമ്മിറ്റിയോട് പറഞ്ഞാൽ ഞാൻ എഴുതത്തില്ല. വേറൊരു കമ്മിറ്റി എൻ്റെ പാട്ട് പരിശോധിക്കാനെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ എഴുതത്തില്ല. കാരണം ആ കമ്മിറ്റി വരുന്ന ഒരംഗത്തിന് എൻ്റെ പാട്ട് മാർക്കുള്ള പ്രാപ്തി ഇല്ല, എനിക്കറിയാം. അപ്പോൾ അങ്ങനെ എഴുതും. പക്ഷേ ഇവർ എന്ത് ചെയ്തു? ഇവർ കമ്മിറ്റിയിൽ ഒരാൾക്ക് പോലും ശ്രീകുമാരൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടില്ല. ശ്രീകുമാരൻ്റെ ക്ലിഷയാണ്, ഞങ്ങൾ വി കെ ഹരിനാരായണൻ്റെ പാട്ടാണ് തിരഞ്ഞെടുത്തത് എന്നെഴുതി. അപ്പോൾ ഹരിനാരായണൻ പറയുന്നു, ഹരിനാരായണൻ ഇതൊന്നും തന്നെ അറിയില്ല, ശ്രീകുമാരൻ നമ്മെ വേദനിപ്പിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്, ഞാൻ ഇതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ഹരിനാരായണൻ നിഷേധിച്ചു. അപ്പോൾ എം ലീലാവതി കമ്മിറ്റിയിലുണ്ടെന്നാണ്. എം ലീലാവതി അടക്കമുള്ളവർ ഉള്ള കമ്മിറ്റി എന്നാണ് സച്ചിദാനന്ദൻ പറഞ്ഞു. ലീലാവതി ചേച്ചി പറയുന്നു, ഞാൻ തമ്പിയുടെ പാട്ട് കണ്ടിട്ടേ ഇല്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്ന ഒരുത്തൻ എന്തിനാ സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായിട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ? പച്ചക്കള്ളം. എന്നിട്ട് രാവിലെ പറഞ്ഞ് ശ്രീകുമാരൻ്റെ പാട്ട് ക്ലിഷയാണ്, അതുകൊണ്ട് തിരഞ്ഞെടുത്തില്ല. കമ്മിറ്റിയിലെ ഒരംഗം പോലും സ്വീകരിച്ചില്ല തമ്പിയുടെ പാട്ട്. പല പദങ്ങളും സ്വീകാര്യമല്ലാത്ത പദങ്ങൾ അതിനകത്ത്. ഏത് പദം? കഥകളിയും നിളയും കേരളമൊക്കെ സ്വീകാര്യം, മലയാളം ഇതൊക്കെ സ്വീകാര്യമല്ലാത്ത പദം, അല്ലാത്ത ഒറ്റ പദവും അതിനകത്തില്ല. അപ്പം അങ്ങനെ ഇപ്പോഴെങ്ങനെ പറയുന്നു? ചിലപ്പോൾ മന്ത്രി വിളിച്ചു കാണും, മന്ത്രി നമ്മുടെ സജി ചെറിയ വിളിച്ച് പറഞ്ഞു കാണും. അപ്പം വിളിച്ച് പറയാം ശ്രീകുമാരൻ പാട്ട് ഒഴിവാക്കിയിട്ടില്ലെന്ന്. എന്ത് പരസ്പര വിരുദ്ധമായിട്ട് 1 മണിക്കൂറിന് മുമ്പ് പറഞ്ഞത് നേരെ കടക് വിരുദ്ധ പറയുന്ന ഒരുത്തന് ഒരു മഹാകവിയും അന്തർദേശീയ കവിയെന്നും ഒക്കെ പറഞ്ഞ് നാണമുണ്ട് നടക്കാൻ ഈ ഈ ഈ കേരള സാഹിത്യ അക്കാദമി ചെയർമാനായിട്ടിരിക്കാൻ. ആദ്യം പറഞ്ഞ് ശ്രീകുമാരൻ്റെ പാട്ട് ഒഴിവാക്കി, കൊള്ളില്ല, ക്ലീശയാണ്. ഞങ്ങൾ ഹരിതാരനെ കൊണ്ട് പാട്ട് എഴുതിച്ചു. ഹരിതാരൻ്റെ പാട്ടാണ് സെലക്ട് ചെയ്ത് പറഞ്ഞ ആൾ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് പറയുന്നു ശ്രീകുമാരൻ്റെ പാട്ട് ഒഴിവാക്കിയിട്ടില്ല. പറയുന്നത് 3 പേരുടെ വരികൾ സ്വീകരിച്ചിട്ടുണ്ട്, സംഗീതം നൽകിയതിന് ശേഷമേ ഒരു നിഗമനത്തിൽ എത്തുവാൻ സാധിക്കൂ, താങ്കളുടെ വരികൾ നിരാകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതെന്തുകൊണ്ട് മന്ത്രി വിളിച്ച് ചോദിച്ചുമാണ്, മന്ത്രി വിളിച്ച് ശകാരിച്ചു വേണം, അതുകൊണ്ട് മാറ്റിയതാണ്. രാവിലെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഹരിനാരായണൻ്റെ പാട്ടാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് സ്പെസിഫിക്കായിട്ട് പറഞ്ഞു. ഇനി എൻ്റെ പാട്ട് അവർ സ്വീകരിച്ചാൽ ഞാൻ കൊടുക്കുകയില്ല, ഉറപ്പായിട്ട് കൊടുക്കുകയില്ല. സജി ചെറിയൻ എനിക്ക് സ്വന്തം അനിയൻ, ബാംഗ്ലൂർ നാട്ടുകാരാണ്, എൻ്റെ അനിയനെ പോലെ. പക്ഷേ അദ്ദേഹം പറഞ്ഞാലും കൊടുക്കുകയില്ല. എന്തിനാ? ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന സഹോദരൻ പിണറായി പറഞ്ഞാൽ കൊടുക്കുകയില്ല. ഇനി സാഹിത്യ അക്കാദമിക്ക് ഞാൻ പാട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല, ഒരു കാരണവശാലും. കാരണം എന്നെ ആവശ്യത്തെ അധികം ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞു സച്ചിദാനന്ദൻ, ഒരിക്കലും കൊടുക്കുകയില്ല. എനിക്കെൻ്റെ ആവശ്യമില്ല. സച്ചിദാനന്ദൻ്റെ കസേര വേണം, അയക്ക് വേറെ നിലനിൽപ്പില്ല. എനിക്ക് കസേര വേണ്ട, എനിക്ക് പെൻഷനായിട്ടില്ല. ഞാനൊരു ഉദ്യോഗത്തിൽ 26 വയസ്സ് ഉദ്യോഗം രാജിവെച്ചവന്. അത് കഴിഞ്ഞ് തൻ്റെ നട്ടലിൽ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ പേന കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ക്യാമറ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ഒരു തന്നെ സപ്പോർട്ട് ആവശ്യമില്ല, ഒരു കസേരയും വേണ്ട, എനിക്ക് കേരള ഗവൺമെൻറ് കീഴിൽ ഒരു സ്ഥാനവും വേണ്ട, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് തുറന്നു പറയാം, ധൈര്യമായി പറയാം. സച്ചിദാനന്ദൻ ആ ധൈര്യമില്ല, നട്ടലില്ല. കാരണം വെച്ചാൽ അയാൾക്ക് മാറ്റി പറയേണ്ടി വരും. കാരണം അയാളുടെ കസേര ഇരിക്കുകയാണ്. ആ കസേര നിങ്ങൾ സ്റ്റേറ്റുകാർ നടക്കുകയാണ്, ശമ്പളം മേടിക്കുന്നുണ്ട് 1.5 ലക്ഷം. അത് അങ്ങനെ ശമ്പളം ഇല്ലെങ്കിൽ നല്ല സ്റ്റേറ്റുകാരുമൊക്കെ എല്ലാ TA എഴുതിയെടുക്കാം. അങ്ങനെ പ്രയോജനമുണ്ട്, ആവശ്യമാണ്. ഇതുവരെ ഡൽഹിയിലിരുന്നു ചുറ്റിപ്പറ്റി, അവിടെ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് എതിർക്കുന്ന ഭാവിച്ചുകൊണ്ട് എസ്റ്റാബ്ലിഷ് ഭാഗമായിട്ടിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായി. അല്ല, വെറുതെ വരില്ല അദ്ദേഹം. ഡൽഹിയിൽ ഇരുന്ന് എല്ലാ ഗവൺമെൻറ് എല്ലാ നേട്ടങ്ങളും നേടിയിട്ട് കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആക്കുമെന്ന് ഉറപ്പ് കൊടുത്തപ്പോൾ കേരളത്തിൽ വന്നു. എന്നിട്ട് അദ്ദേഹം കളികൾ ഇവിടെ ഡൽഹി കളികൾ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഈ കളിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. 10ാമത്തെ വയസ്സിൽ കവിത എഴുതി തുടങ്ങാനാണ് ഞാൻ. 25ാമത്തെ വയസ്സ് സിനിമയ്ക്ക് പാട്ട് എഴുതുവാനാണ്. അന്ന് ഞാൻ എഴുത്തത് ആരോടെന്നറിയോ? 2 ഹിമാലയങ്ങളോടാണ്. പി ഭാസ്കരനോടും വയലാറിനോടും മത്സരിച്ചത്. പി ഭാസ്കരനോടും വയലാറിനോടും മത്സരിച്ച് നിലനിന്ന ഞാൻ, എനിക്ക് സച്ചിദാനന്ദൻ ആരാ? അയാൾ ഗദ്യകവിത എഴുതും, കവിത എഴുതും, പറയും. അങ്ങേർക്ക് പോലും മനസ്സിലാകാത്ത ഭാഷ കവിത എഴുതും. പക്ഷെ അയാൾക്ക് ഒരു ആ നിമിഷത്തെ നിർവൃതി പോലെ ഒരു 4 വരെ എഴുതാമോ? ആ നിമിഷം നിർവൃതി പോലെ എൻ മന്ദഹാസൻ ചന്ദ്രിയായെങ്കിൽ പോലെയോ?
മല്ലികപ്പൂവിൽ മധുരഗന്ധം പോലെയോ, 1000 അജന്താ ശില്പങ്ങൾ പോലെയോ, 1000 അജന്താ ചിത്രങ്ങൾ എന്നുള്ള പാട്ട് അങ്ങനെ എഴുതട്ടെ, എന്നിട്ട് വർത്തമാനം പറയട്ടെ. ഇയാൾ ആരെ എൻ്റെ പാട്ട് കൃഷി എന്ന് പറയാൻ അയാൾക്ക് എന്ത് അധികാരം അയാൾക്കുള്ളത്? അയാൾക്ക് പാട്ടെക്കുറിച്ച് എന്തറിയാം? സംഗീതത്തെക്കുറിച്ച് എന്തറിയാം? അയാൾ എൻ്റെ മുമ്പ് വന്നിരിക്കട്ടെ. ഞാൻ അയാൾ പറയുന്ന വിഷയത്തെക്കുറിച്ച് പാട്ടെഴുതി അപ്പം ട്യൂൺ ചെയ്ത് അയാളെ കേൾപ്പിക്കാം. അയാൾ ഒരു വരി അങ്ങനെ എന്നെ കേൾപ്പിക്കാൻ തയ്യാറുണ്ടോ അയാളോട് ചോദിക്കാം. ഞാൻ വെല്ലുവിളിക്കുന്ന അയാളെ. സച്ചിദാനന്ദൻ ഒരു പൊതു സദസ്സിന് മുമ്പിൽ വെച്ച് ഞാൻ സച്ചിദാനന്ദൻ വെല്ലുവിളിക്കുന്നു. സച്ചിദാനന്ദൻ എൻ്റെ അടുത്ത് ഇരിക്കട്ടെ. അയാൾ പറയുന്ന വിഷയത്തിന് ഞാൻ ആ നിമിഷത്തിൽ പാട്ടെഴുതി ട്യൂൺ ചെയ്ത് അയാളെ കേൾപ്പിക്കാം. ഞാൻ കൊടുക്കുന്ന വിഷയത്തിന് പാട്ടെഴുതി അതുപോലെ ട്യൂൺ ചെയ്തതിനെ കേൾപ്പിക്കാൻ കഴിയുമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്തായാലും കേരള സാഹിത്യ അക്കാദമിക്ക് ഗാനം നൽകുന്നില്ല. എന്താണ് ഇനി ഗാനത്തിൻ്റെ തുടർ? ഇല്ല, യാതൊരു കാരണവശാലും ഗവൺമെൻറ് ഇടപെട്ടാലും ആരിടപെട്ടാലും ഈ പാട്ടെന്നല്ല വേറൊരു പാട്ടോ കേരള ഗാനമായി കേരള സാഹിത്യ അക്കാദമി കൊടുക്കുന്ന പ്രശ്നമില്ല. യാതൊരു കാരണവശം കൊടുക്കുകയില്ല. എന്ന് മാത്രവുമല്ല, സച്ചിദാനന്ദൻ അവിടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നതോടും കാലം സാഹിത്യ അക്കാദമി അവാർഡ് എന്നാൽ അത് ഞാൻ സ്വീകരിക്കത്തുമില്ല, ഉറപ്പാണ്. അയാൾ അവിടെ നിന്ന് ഇറങ്ങണം. അയാൾ ഇറങ്ങി വേറൊരു കമ്മിറ്റി വന്ന് ആ കമ്മിറ്റി വന്നാൽ ചിലപ്പോൾ ഞാൻ സ്വീകരിക്കും. പക്ഷേ സച്ചിദാനന്ദൻ അതിൻ്റെ അധിപനായിട്ടിരിക്കുന്ന കാലം കേരള സാഹിത്യ അക്കാദമി എനിക്ക് പുരസ്കാരം നല്ല പുരസ്കാരം സാധ്യത കൊണ്ടാണ് ജീവിതം ഒരു പെൻഡിൽ ഇപ്പോൾ വയലാർ അവാർഡ് കിട്ടിയ ജീവിതം ഒരു പെൻഡിൽ അടുത്ത വർഷം സാഹിത്യ അക്കാദമിയിൽ അവാർഡിന് വരും. അപ്പോൾ എനിക്ക് അവാർഡ് തരാൻ സാധ്യതയുണ്ട്, കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് സ്വീകരിക്കുക ഈ സച്ചിദാനന്ദനാണ് പ്രസിഡൻ്റെങ്കിൽ ഞാൻ സ്വീകരിക്കില്ല, ഉറപ്പാണ്. ഞാൻ നട്ടലുള്ളവന് ഇതുവരെ നട്ടലോടുകൂടി ജീവിച്ചിട്ടുള്ളൂ. അഭിമാനമാണ് ഏറ്റവും വലുത്, പണമോ സ്ഥാനമോ അല്ല. അഭിമാനമാണ് വലുത്. അഭിമാനം മരണം വരെ നിലനിൽക്കും. എനിക്കിനി ഒരൊറ്റ ആഗ്രഹമുള്ളൂ, എല്ലാ നോക്കണം. എനിക്ക് മെമ്മൻ്റെ ഒക്കെ സ്ഥലമില്ല, അവാർഡ് വയ്ക്കാൻ സ്ഥലമില്ല എനിക്ക്. കണ്ടിട്ട് നിങ്ങൾക്ക് നേരിട്ട് കാണാമല്ലോ. ഈ വീട്ടിൽ ഏതെങ്കിലും സ്ഥലത്ത് അവാർഡ് വയ്ക്കാൻ ഇല്ലാത്തൊരു സ്ഥലമുണ്ടെന്ന് നോക്ക്, നിറഞ്ഞിരിക്കുക. എനിക്കെന്തിനീ പേരുടെ അവാർഡ്? പിന്നെ നമ്മളെ പരിഹസിക്കാൻ വന്നാൽ നമ്മുടെ അവാർഡിന് അർഹരല്ലെന്ന് പറഞ്ഞാൽ മറുപടി പറയും. എൻ്റെ നട്ടലിൻ്റെ ബലമാണ്, ഞാൻ പറയും. ഇപ്പം ഇവർ പറഞ്ഞു അക്കാഡമിയിൽ ഈ പറഞ്ഞു കമ്മിറ്റിയിലെ ഒരംഗം ലീലാവതി അടക്കമുള്ള കമ്മിറ്റിയിൽ ഒരംഗത്തിന് പോലും ശ്രീകുമാരൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് സച്ചിദാനന്ദൻ രാവിലെ പറഞ്ഞു. നമ്മുടെ മൈക്കിലൂടെ എല്ലാ ജനങ്ങളോടാണ് പറഞ്ഞത്. ഇപ്പോൾ ലീലാവതി ചേച്ചി പറഞ്ഞിരിക്കുന്നു ഞാൻ ശ്രീകുമാരൻ്റെ പാട്ട് കണ്ടിട്ടേ ഇല്ല. എന്ത് പച്ചക്കള്ളമാണ് അയാൾ പറയുന്നത്? ഇങ്ങനെ പച്ചക്കള്ളം പറയുന്ന ഒരാളിനെ സാഹിത്യ അക്കാദമി ചെയർമാനാക്കാൻ കേരള ഗവൺമെൻറ് നാണമില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. രാവിലെ തന്നെ 2 മണിക്കൂറില്ല 3 കള്ളങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞ ശ്രീകുമാരൻ്റെ പാട്ടിൽ ക്ലിഷയാണ് ഞങ്ങൾ എടുത്ത് കൊള്ളില്ല, നല്ല പാട്ടല്ല, ക്ലിഷയാണ് മുഴുവൻ. അതുകൊണ്ട് ഞങ്ങൾ ഹരിതാരൻ്റെ പാട്ട് എടുത്തു, സ്വീകരിച്ചു. അപ്പോൾ ഹരിതാരൻ വന്ന് പറഞ്ഞു എന്നെ ഇതിൽ ഉൾപ്പെടുത്തരുത്, തമ്പിസാറിൻ്റെ വരികൾക്ക് അടുത്തുപോലെ എൻ്റെ വരികൾ എത്തുകയില്ല എന്ന് ഹരിയാന വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് 2 സമ്മസായിട്ട് അടിച്ചു സച്ചിദാനന്ദൻ. ഇപ്പോൾ പറയുന്നു ശ്രീകുമാരൻ്റെ പാട്ട് ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ 2 മണിക്കൂറുടെ ഇങ്ങനെ മാറ്റി പറയാൻ എങ്ങനെ പരസ്പരം സംസാരിക്കും ഒരാൾക്ക്? എങ്ങനെ? ഇയാൾ എവിടുത്തെ കവിയാണ്? പച്ചക്കള്ളങ്ങൾ മാത്രം പറയുന്ന ഒരു അവസരത്തിന് വേണ്ടി കസേരയെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നാണം കിടുന്ന ഒരു കവി നോക്ക്. അപ്പോൾ ഇയാളുടെ കവിത പോലെ ഞാൻ വായിക്കില്ല. ഇങ്ങനെ കള്ളരുന്ന കഥ വായിക്കാൻ പാടില്ല. അയാൾ പ്രതികാരം ചെയ്തതാണ്. കാരണം അങ്ങനെ എന്നെ ഞാൻ ആർഷഭാരത സംസ്കാരത്തിന് പുരസ്കാരം 1 ലക്ഷം രൂപ പുരസ്കാരം അമേരിക്കൻ മലയാളി തന്നപ്പോൾ ഞാൻ സ്വീകരിച്ചു. അത് RSSകാരുടെ സംഘടനയാണെന്ന് ഇയാൾ പറഞ്ഞു. പക്ഷേ എനിക്കറിയാം അല്ലെന്ന്. ഹിന്ദുക്കളല്ല RSSകാരാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ഥിതി ഹിന്ദു എന്ന് പറയാൻ പാടില്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഉടനെ സംഗീതം RSSകാരന്. ഹിന്ദുക്കളെല്ലാവരും RSSകാരാണ്. അങ്ങനെ പിന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കില്ലല്ലോ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കുന്ന ഹിന്ദുക്കളുടെ തൊട്ടുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ BJP വളരാത്തത്. അതാ എനിക്കറിയാവുന്ന രാഷ്ട്രീയം. കേരളത്തിൽ LDF വീണ്ടും വരാൻ കാരണം എന്ന് വെച്ചാൽ LDFിൽ 75% ഹിന്ദുക്കളാണ്. അതുകൊണ്ടാണ് BJPക്ക് ഇവിടെ വോട്ട് കിട്ടാത്തത്, BJPക്ക് വരാൻ പറ്റാത്തത്. ആ സത്യം ആദ്യം മനസ്സിലാക്കണം. എനിക്കറിയാം, ഞാൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, ഞാൻ വിദ്യാർത്ഥി യൂണിയനിൽ ഉണ്ടായിരുന്നതാണ്. ഇടതുപക്ഷ വിദ്യാർത്ഥികളിൽ അങ്ങ് പ്രവർത്തിച്ച ആളാകാൻ എനിക്ക് നല്ലപോലെ അറിയാം രാഷ്ട്രീയം. അല്ലാതെ ഇപ്പോൾ എനിക്ക് ഇതേ രാഷ്ട്രീയ പാർട്ടികളെ പിടിച്ച് ഒരു കസേര പിടിക്കാൻ എന്താ പ്രയാസം? എനിക്ക് വേണ്ട കസേര. അമൃത TV തുടങ്ങുമ്പോൾ എനിക്ക് വലിയ സ്ഥാനം തന്നെ ഞാൻ സ്വീകരിച്ചില്ല. അമൃത ടെലിവിഷൻ ഞാൻ സ്വീകരിച്ചില്ല. മിസ്റ്റർ കാർത്തികേയൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ എന്നോട് ചലച്ചിത്ര അക്കാദമി ചെയർമാനാകുമെന്ന് ചോദിച്ചാണ്, ഞാൻ സ്വീകരിച്ചില്ല. ഇതൊക്കെ സച്ചിദാനന്ദന് സ്വപ്നം കാണാൻ പറ്റില്ല. അങ്ങനെ പുറകെയാണെന്ന് മേടിക്കുക എന്തെങ്കിലും സ്ഥാനം. ഞാൻ കേരളത്തിലേക്ക് വരാം, എന്നെ അക്കാദമി ചെയർമാൻ ആക്കാമെന്ന് പറഞ്ഞപ്പോൾ വന്നു. അതുവരെ ഡൽഹി അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഭാഗമായിട്ട് അവിടുത്തെ എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കി അവിടെ കഴിഞ്ഞു. ഞാനങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് പറയുന്നു അതാണ് ഞാൻ.